ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ നമ്മെ സ്നേഹിക്കാൻ ദൈവം ആളുകളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നില്ല. നമ്മൾ ഒരിക്കലും സങ്കൽപ്പിക്കാത്ത വിധത്തിൽ അവൻ അവരെ നമ്മെ സ്നേഹിക്കാൻ കൊണ്ടുവരുന്നു. ചിലപ്പോൾ രോഗശാന്തി സമാനതകളിൽ പൊതിഞ്ഞെത്തില്ല. അത് വ്യത്യസ്തത്തിൽ, യുവത്വത്തിൽ, ചിരിയിൽ, വെളിച്ചത്തിൽ പൊതിഞ്ഞുവരുന്നു. ചിലപ്പോൾ നിങ്ങളുടെ ഉറങ്ങുന്ന ആത്മാവിനെ ഉണർത്തുന്ന വ്യക്തിയാണ് നിങ്ങളുടെ കഥയ്ക്ക് അനുയോജ്യമാകുമെന്ന് നിങ്ങൾ ഒരിക്കലും കരുതിയിട്ടില്ല. ചിലപ്പോൾ പ്രായത്തെ അവഗണിക്കുന്ന കൈകളാൽ ദൈവം വിധി മാറ്റിയെഴുതുന്നു. കാരണം ലോകം വർഷങ്ങളിൽ കണക്കാക്കുന്നു, ദൈവം ആത്മാക്കളിലാണ് കണക്കാക്കുന്നത്. ദൈവം നിങ്ങളെ പ്രായം കുറഞ്ഞ ഒരാളുമായി വിന്യസിക്കുന്നു. കാരണം നിങ്ങളുടെ ആത്മാവിനെ ആഴത്തിൽ സ്പർശിക്കും. വിധിയുടെ ഭാരം നിങ്ങളുടെ ഹൃദയത്തിൽ സൗമ്യമായി പതിക്കുന്നതായി അനുഭവിക്കാൻ നിങ്ങൾ ഒരു നിമിഷം നിശബ്ദനായിരിക്കാം. നിങ്ങൾ ഇതാവശ്യപ്പെട്ടിട്ടുണ്ടാകില്ല. നിങ്ങൾ ഇത് ആസൂത്രണം ചെയ്തിട്ടുണ്ടാകില്ല. അതാരംഭിക്കുമ്പോൾ നിങ്ങളതിനെ ചോദ്യം ചെയ്തേക്കാം. എന്നാൽ ദൈവം നമുക്ക് ആദ്യം മനസ്സിലാകാത്ത രീതിയിൽ നീങ്ങുന്നു. അവൻ പ്രായം, കലണ്ടറുകൾ, ചുളിവുകൾ അല്ലെങ്കിൽ സംഖ്യകൾ എന്നിവ നോക്കുന്നില്ല. അവൻ ആത്മാക്കളെ നോക്കുന്നു. അവൻ ഉദ്ദേശത്തെ നോക്കുന്നു. അവൻ സമയത്തെ നോക്കുന്നു. കാരണം ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ഇളയ ആത്മാവിനെ അഴിക്കുമ്പോൾ അവൻ നിങ്ങളെ സ്വയം സംശയിക്കാൻ ശ്രമിക്കുന്നില്ല. ജീവിതത്തിന് താഴെ, കാലത്തിന് താഴെ, പ്രതീക്ഷകൾക്ക് താഴെ നിങ്ങൾ ആരാണെന്ന് അവൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങളുടെ യാത്രയിൽ എവിടെയോ ഒരു നിമിഷമുണ്ടായിരുന്നു നിങ്ങളുടെ ഉള്ളിലെ കുട്ടി ചിരി നിർത്തി. നിങ്ങളുടെ ഉള്ളിലെ നർത്തകൻ നൃത്തം നിർത്തി. നിങ്ങളുടെ ഉള്ളിലെ സ്വപ്നക്കാരൻ ചിറകുകൾ മടക്കി നിശബ്ദമായിരുന്നു. ജീവിതം ജീവിക്കുന്നതിനു പകരം അതിജീവിക്കാൻ ശ്രമിച്ചു. നിങ്ങൾ ഉത്തരവാദികളായി. നിങ്ങൾ ശക്തരായി. നിങ്ങൾ മറ്റുള്ളവരെ താങ്ങി നിർത്തി. ആരും കാണാത്ത ഭാരങ്ങൾ നിങ്ങൾ വഹിച്ചു. നിങ്ങൾ ജ്ഞാനിയായി. എന്നാൽ എവിടെയോ പതുക്കെ അറിയാതെ നിങ്ങൾ ശാരീരികമായിട്ടല്ല, വൈകാരികമായി വാർദ്ധക്യം പ്രാപിക്കാൻ തുടങ്ങി. പിന്നെ ദൈവം പ്രപഞ്ചത്തോട് മന്ത്രിച്ചു, അവരുടെ തീപ്പൊരി തിരികെ നൽകുക, അവരുടെ തീ തിരികെ നൽകുക, അവരുടെ ജീവൻ തിരികെ നൽകുക. അതിനാൽ അവൻ നിങ്ങളുടെ ജ്ഞാനത്തെ മാറ്റിസ്ഥാപിക്കാനല്ല, മറിച്ച് നിങ്ങളുടെ ആത്മാവിനെ വീണ്ടും ജ്വലിപ്പിക്കാൻ ഇളയ ഒരാളെ അയക്കുന്നു. ഈ ഇളയ ആത്മാവ് സൂര്യോദയം പോലെ പ്രവേശിക്കുന്നു. അപ്രതീക്ഷിതമായി, ശോഭയുള്ളതും ഊഷ്മളവുമായി, മൃദുവായി നിങ്ങളുടെ ജീവിതത്തിന്റെ തണുത്ത കോണുകളിലേക്ക് പ്രവേശിക്കുന്നു. അവർ പിന്നോട്ടു നിൽക്കാതെ ചിരിക്കുന്നു. അവർ കണക്കുകൂട്ടലുകളില്ലാതെ സ്നേഹിക്കുന്നു. അവർ ഭയമില്ലാതെ സ്വപ്നം കാണുന്നു. നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഒന്ന് ഉണരാൻ തുടങ്ങുന്നു. നിങ്ങളുടെ ശരീരമല്ല, നിങ്ങളുടെ ആത്മാവല്ല, നിങ്ങളുടെ പ്രായമല്ല, നിങ്ങളുടെ ജീവൻ. മെസ്സേജുകൾ, കോളുകൾ, സംഭാഷണങ്ങൾ, സാന്നിധ്യം എന്നിവയ്ക്കായി കാത്തിരിക്കുന്നതെങ്ങനെയായിരുന്നുവെന്ന് പെട്ടെന്ന് നിങ്ങൾ ഓർമ്മിക്കുന്നു. ക്ഷീണത്തിനു പകരം ഊർജ്ജമനുഭവിക്കാൻ, കടമയ്ക്കു പകരം സന്തോഷമനുഭവിക്കാൻ, അതിജീവിക്കുന്നതിനു പകരം ജീവിച്ചിരിക്കുന്നതായി അനുഭവിക്കാൻ. ഇത് വെറും പ്രണയമല്ല, ഇത് ഉണർവാണ്. വളരെയധികം നിരാശകൾക്ക് ശേഷം ഒരിക്കൽ നിശബ്ദമായി വാതിലുകൾ അടച്ചിട്ട ഒരു ഹൃദയത്തിന്റെ സൗമ്യമായ പുനരാരംഭമാണിത്. നിങ്ങളിലെ യുവത്വത്തെ വീണ്ടും ഉണർത്താൻ ആഗ്രഹിക്കുന്നു. ഒരിളയ ആത്മാവിന്റെ സാന്നിധ്യം നിങ്ങളെ പ്രായമാക്കുന്നില്ല. അത് നിങ്ങളെ അവതരിപ്പിക്കുന്നു. അത് നിങ്ങളെ ആ നിമിഷത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നു. ജീവിതം അളക്കുന്നത് നിങ്ങൾ എത്ര വർഷം ജീവിച്ചു എന്നതിലല്ല, മറിച്ച് നിങ്ങൾ എത്ര ആഴത്തിൽ ജീവിക്കുന്നു എന്നതിലാണ് എന്നിത് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അവ നിങ്ങളുടെ ദിനചര്യയെ വെല്ലുവിളിക്കുന്നു. അവ നിങ്ങളുടെ ഗൗരവത്തെ തകർക്കുന്നു. കൂടുകളാണെന്ന് നിങ്ങൾക്കറിയാത്ത പാറ്റേണുകളിൽ നിന്ന് അവ നിങ്ങളെ പുറത്തെടുക്കുന്നു. അഭിനിവേശം ചെറുപ്പക്കാർക്ക് മാത്രമല്ലെന്ന് അവ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. സ്വപ്നങ്ങൾ തുടക്കക്കാർക്ക് മാത്രമല്ല, സ്നേഹം ആദ്യമായി വരുന്നവർക്ക് മാത്രമല്ല. നിങ്ങൾ സ്വയം ഓർക്കാൻ ദൈവം അവരെ അയക്കുന്നു. ഉറക്കെ ചിരിച്ച, ധൈര്യത്തോടെ പ്രതീക്ഷിച്ച, മാന്ത്രികതയിലും അത്ഭുതങ്ങളിലും സ്നേഹത്തിലും ബന്ധത്തിലും വിശ്വസിച്ച, ഒരുപക്ഷെ നിങ്ങളുടെ ആത്മാവ് എത്ര ക്ഷീണിതമായിരുന്നു, വർഷങ്ങൾ എത്ര ഭാരമുള്ളതായി, നിങ്ങളുടെ ഹൃദയം എത്ര ശാന്തമായിരുന്നുവെന്ന് നിങ്ങൾക്കറിയില്ലായിരുന്ന നിങ്ങളുടെ പതിപ്പ്. പക്ഷേ ദൈവം അതറിഞ്ഞിരുന്നു. തണുത്തുപോയ നിങ്ങളുടെ ഭാഗങ്ങളെ ചൂടാക്കാൻ കണ്ണുകളിൽ ജ്വാലയുള്ള ഒരാളെ അവൻ അയച്ചു. 2. കാരണം നിങ്ങൾ ആത്മീയമായി പക്വതയുള്ളവരാണ്. ഇപ്പോൾ ആഴത്തിലുള്ള എന്തെങ്കിലും മനസ്സിലാക്കുക. ദൈവം അത്തരം ആത്മാക്കളെ ക്രമരഹിതമായി വിന്യസിക്കുന്നില്ല. ഈ ബന്ധം വളർച്ചയുടെ പ്രതിഫലമാണ്. കൊടുങ്കാറ്റുകളിലൂടെ നീ നടന്നു. ഹൃദയവേദന നിനക്കറിയാമായിരുന്നു. ക്ഷമ നീ പഠിച്ചു. പ്രായത്തിൽ മാത്രമല്ല, ആത്മാവിലും നീ പക്വത പ്രാപിച്ചു. ഇനി സ്നേഹത്തിനായി യാചിക്കുന്നില്ല. സാധൂകരണത്തിനായി നീ ഓടുന്നില്ല. നീ മത്സരിക്കുന്നില്ല. സമാധാനം നീ മനസ്സിലാക്കുന്നു. നീ ലക്ഷ്യത്തെ മനസ്സിലാക്കുന്നു. കീഴടങ്ങൾ നീ മനസ്സിലാക്കുന്നു. ദൈവം അത് കാണുന്നു. അവനിപ്പോൾ നിന്നെ വിശ്വസിക്കുന്നു. അങ്ങനെ അവൻ പ്രായത്തിൽ പ്രായം കുറഞ്ഞ ഒരാളെ നിങ്ങൾക്കയക്കുന്നു. പക്ഷേ ഒറ്റയ്ക്ക് മനസ്സിലാക്കാൻ അവർ ജീവിച്ചിട്ടില്ലാത്ത പാഠങ്ങൾ അവൻ വഹിക്കുന്നു. നീ അവരുടെ വിളക്കുമാടമായി മാറുന്നു.
അധികാരത്തിലൂടെയല്ല, സ്നേഹത്തിലൂടെ, സാന്നിധ്യത്തിലൂടെ, സൂക്ഷ്മ മാർഗനിർദ്ദേശത്തിലൂടെ. പകരമായി അവർ നിങ്ങൾക്ക് വിലമതിക്കാനാവാത്ത എന്തെങ്കിലും നൽകുന്നു. ഊർജം, ഊഷ്മളത, ആവേശം, പുതുമ, അത്ഭുതം, ഒരു വിശുദ്ധ കൈമാറ്റം. തീയ്ക്കു പകരം ജ്ഞാനം, അഭിനിവേശത്തിനു പകരം ശാന്തത, വെളിച്ചത്തിനു പകരം ആഴം, ഉത്സാഹത്തിനു പകരം അനുഭവം. ഒരുമിച്ച് നിങ്ങൾ സന്തുലിതാവസ്ഥ സൃഷ്ടിക്കുന്നു. വേഗത കുറയ്ക്കാനും ശ്വസിക്കാനും നീ അവരെ പഠിപ്പിക്കുന്നു. വേഗത കൂട്ടാനും അനുഭവിക്കാനും അവർ നിങ്ങളെ പഠിപ്പിക്കുന്നു. അവരുടെ പക്വതയില്ലായ്മയെ നീ മയപ്പെടുത്തുന്നു. അവർ നിങ്ങളുടെ ഗൗരവത്തെ മയപ്പെടുത്തുന്നു. മൂല്യത്തിൽ തുല്യരായ രണ്ട് ആത്മാക്കൾ, പക്ഷേ സമ്മാനങ്ങളിൽ വ്യത്യസ്തരാണ്. അതാണ് ദിവ്യഗണിതം. 3. കാരണം നിങ്ങൾ രണ്ടുപേരും പരസ്പരം ജീവിതത്തിൽ രോഗശാന്തി ദൗത്യങ്ങൾ വഹിക്കുന്നു. ചിലപ്പോൾ ദൈവം ആളുകളെ ആദ്യം പ്രണയികളായിട്ടല്ല, മറിച്ച് രോഗശാന്തിക്കാരായിട്ടായിരിക്കും അയക്കുന്നത്. ഒരിടം നിറയ്ക്കാനല്ല, മറിച്ച് നിങ്ങൾ മറന്നുപോയ ഒരിടം ഉണർത്താനാണ്. രണ്ട് ആത്മാക്കൾ കണ്ടുമുട്ടുന്നു. രണ്ട് സമയരേഖകൾ കടന്നുപോകുന്നു. രണ്ട് വിധികൾ പരസ്പരം നോക്കുമ്പോൾ ഈ ജീവിതത്തിനു മുമ്പ് തന്നെ പരസ്പരം അറിയുന്നതുപോലെ. ഇത് യാദൃശ്ചികമാണെന്ന് നിങ്ങൾ കരുതുന്നു. പക്ഷേ അവരെപ്പോലെയുള്ള ഒരാൾ ഉണ്ടെന്ന് നിങ്ങൾ അറിയുന്നതിന് വളരെ മുമ്പ് തന്നെ സ്വർഗം ഈ നിമിഷം ഒരുക്കിയിരുന്നു. ഒരുപക്ഷേ നിങ്ങൾ സമാധാനത്തിനായി പ്രാർത്ഥിച്ചു. ദൈവം നിങ്ങൾക്ക് പുഞ്ചിരിയിൽ പൊതിഞ്ഞ സന്തോഷം നൽകി. ഒരുപക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഭൂതകാലം മറക്കാൻ പ്രാർത്ഥിച്ചു. ദൈവം നിങ്ങളുടെ ചരിത്രം മായ്ക്കാതെ നിങ്ങളുടെ ഭാവിയെ സൗമ്യമായി മാറ്റിയെഴുതി. അവർ നിങ്ങളോടൊപ്പം ഇരിക്കുന്നു. അവർ നിങ്ങളുടെ കഥകൾ കേൾക്കുന്നു. ആരും ഇനി കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് നിങ്ങൾ കരുതിയവർ. അവർ നിങ്ങളുടെ വേദന മൃദുവായി പിടിക്കുന്നു. അത് പരിഹരിക്കുന്നതിലൂടെയല്ല, മറിച്ച് അതിനെ സാക്ഷി വഹിച്ചുകൊണ്ട്. അവരുടെ സാന്നിധ്യം ഔഷധമായി മാറുന്നു. നിങ്ങളുടെ സാന്നിധ്യം മാർഗനിർദ്ദേശമായി മാറുന്നു. ഇതൊരു രോഗശാന്തി കൈമാറ്റമാണ്. പവിത്രവും പരസ്പരവും ദിവ്യവുമാണ്. സ്നേഹം സൗമ്യമായിരിക്കുമെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. സ്നേഹം ജ്ഞാനിയായിരിക്കുമെന്ന് കാണിച്ചുകൊണ്ട് നിങ്ങൾ അവരെ സുഖപ്പെടുത്തുന്നു. അവർ നിങ്ങളുടെ ഏകാന്തതയെ സുഖപ്പെടുത്തുന്നു. നിങ്ങൾ അവരുടെ ആശയക്കുഴപ്പത്തെ സുഖപ്പെടുത്തുന്നു. അവർ കൊണ്ടുവരുന്നത് നിഷ്കളങ്കതയാണ്, പക്വതയില്ലായ്മയല്ല, മറിച്ച് ലോകം ഇതുവരെ ദുഷിപ്പിക്കാൻ കഴിയാത്ത ഹൃദയശുദ്ധിയാണ്. അവരുടെ കണ്ണുകളിലൂടെ നിങ്ങൾ നിങ്ങളെത്തന്നെ വ്യത്യസ്തമായി കാണുന്നു. പ്രായമായതല്ല, ക്ഷീണിതനല്ല, വൈകിയതല്ല, മറിച്ച് സുന്ദരിയായി, യോഗ്യയായി, തിരഞ്ഞെടുക്കപ്പെട്ടവളായി. ഒരുപക്ഷേ നിങ്ങൾക്കൊരു പങ്കാളിയെ ആവശ്യമായിരിക്കില്ല. ഒരുപക്ഷേ നിങ്ങൾക്ക് ദൈവത്തിന്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഒരു കണ്ണാടി ആവശ്യമായിരുന്നു. വർഷങ്ങളുടെ ഭാരമോ നിരാശകളോ സ്വയം സംശയമോ ഇല്ലാതെ നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണെന്ന് പ്രതിഫലിപ്പിക്കുന്ന ഒരു കണ്ണാടി. ചിലപ്പോൾ ഇളയ ആത്മാവ് നിങ്ങളുടെ പകരംകാരന്റെ അധ്യായമല്ല, അവ നിങ്ങളുടെ മോചന അധ്യായമാണ്. നിങ്ങളുടെ കഥ അവസാനിച്ചിട്ടില്ല എന്നതിന്റെ തെളിവായിട്ടാണ് അവ വരുന്നത്. അത് വികസിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം സ്നേഹം സംഖ്യകളെ കണക്കാക്കുന്നില്ല, ആത്മാക്കളെ മാത്രം കണക്കാക്കുന്നു. പ്രായം ശരീരത്തെ അളക്കുന്നു, ആത്മാവിനെയല്ല. ചുളിവുകൾ ഹൃദയത്തെയാണ് ബാധിക്കുന്നത്. ദൈവം സ്നേഹത്തെക്കുറിച്ച് എഴുതുമ്പോൾ അവൻ സമയമാണ് ഉപയോഗിക്കുന്നത്, പ്രായത്തെയല്ല. അവൻ ആത്മാക്കളെ യോജിപ്പിക്കുന്നു, ജന്മദിനങ്ങളെയല്ല. അവൻ പ്രാർത്ഥനകളെയാണ് എണ്ണുന്നത്, കലണ്ടറുകളെയല്ല. ആത്മീയ മണ്ഡലത്തിൽ നിങ്ങൾ രണ്ടുപേരും പ്രായമില്ലാത്തവരാണ്. ഒരു പുതിയ സമയക്രമത്തിൽ വീണ്ടും കണ്ടുമുട്ടുന്ന രണ്ട് പുരാതന ആത്മാക്കളാണ് നിങ്ങൾ. അതുകൊണ്ടാണ് ബന്ധം തൽക്ഷണം അനുഭവപ്പെടുന്നത്. അതുകൊണ്ടാണ് അവരുമായുള്ള നിശബ്ദത സുരക്ഷിതമായി തോന്നുന്നത്. ഒരുപക്ഷേ നിങ്ങൾ മുമ്പ് കണ്ടുമുട്ടിയിരിക്കാം, ഈ ജീവിതത്തിലല്ല, മറിച്ച് ഓർമ്മയ്ക്കപ്പുറത്തെവിടെയോ, വിധിക്കും നിത്യതയ്ക്കും ഇടയിലുള്ള എവിടെയോ. നിങ്ങളുടെ പേരുകൾ തിരിച്ചറിയുന്നതിന് വളരെ മുമ്പ് തന്നെ നിങ്ങളുടെ ആത്മാക്കൾ പരസ്പരം തിരിച്ചറിയുന്നു. ലോകം സംഖ്യകൾ കണ്ടേക്കാം, 5 വർഷം, 10 വർഷം, 15. പക്ഷേ സ്വർഗം വിന്യാസം കാണുന്നു. ആളുകൾ മന്ത്രിച്ചേക്കാം, സംശയിച്ചേക്കാം, ചോദ്യം ചെയ്തേക്കാം. പക്ഷേ ദൈവം അറിഞ്ഞുകൊണ്ട് പുഞ്ചിരിച്ചേക്കാം. മറ്റുള്ളവർക്ക് കേൾക്കാൻ കഴിയാത്ത ഭാഷ സംസാരിക്കുന്ന രണ്ട് ഹൃദയങ്ങളെ അവൻ ബന്ധിപ്പിച്ചിരിക്കുന്നു. സ്നേഹം എല്ലായ്പ്പോഴും സമമിതിയല്ല. ചിലപ്പോൾ ഒരു ഹൃദയം ചരിത്രത്തെ വഹിക്കുന്നു, മറ്റൊന്ന് പ്രത്യാശയെ വഹിക്കുന്നു. ഒന്ന് തീയിലൂടെ നടന്നിട്ടുണ്ട്, മറ്റൊന്നിപ്പോഴും ചിറകുകൾ ഉപയോഗിക്കാൻ പഠിക്കുന്നു. എന്നാൽ ഒരുമിച്ച് തീ പ്രകാശമാകുന്നു, ചിറകുകൾ ദിശ പഠിക്കുന്നു. സ്നേഹം എല്ലായ്പ്പോഴും പ്രായത്തിൽ തുല്യമല്ല, മറിച്ച് ആത്മാവിന്റെ മൂല്യത്തിൽ എല്ലായ്പ്പോഴും തുല്യമാണ്. 5. നിങ്ങളെ നിരുപാധിക സ്നേഹം പഠിപ്പിക്കാൻ. ഒരിളയ പങ്കാളി സമാനത വാഗ്ദാനം ചെയ്തേക്കാം, പക്ഷേ അവർ ആത്മാർത്ഥത വാഗ്ദാനം ചെയ്യുന്നു. അവർ സാന്നിധ്യം കൊണ്ട് സ്നേഹിക്കുന്നു, കൈവശപ്പെടുത്തൽ കൊണ്ടല്ല. അവർ ജാഗ്രതയെയല്ല, ജിജ്ഞാസയെയാണ് സ്നേഹിക്കുന്നത്. അവർ സ്വാതന്ത്ര്യത്തെയാണ് സ്നേഹിക്കുന്നത്, ഭയത്തെയല്ല. സ്നേഹം ഒരു കൂട്ടിൽ തോന്നാൻ ഉദ്ദേശിച്ചുള്ളതല്ല, മറിച്ച് ഒരു വീടാണെന്ന് അവർ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അവരുടെ ഊർജം പ്രവചനാതീതമാണ്, ചിലപ്പോൾ വേഗതയുള്ളതും ചെറുപ്പവും വന്യവുമാണ്. നിങ്ങളുടേത് ശാന്തവും ക്ഷമയും അടിസ്ഥാനപരവുമായിരിക്കാം. പക്ഷേ നിരുപാധികമായ സ്നേഹം നിലനിൽക്കുന്നിടത്ത് വ്യത്യാസങ്ങൾ പാലങ്ങളായി മാറുന്നു, തടസ്സങ്ങളല്ല.
പൊതുജനാഭിപ്രായത്തെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കുന്നത് നിർത്തുന്നു. കാരണം ദൈവത്തിൽ നിന്ന് വരുന്ന സ്നേഹത്തിന് ആളുകളിൽ നിന്ന് അനുമതി ആവശ്യമില്ല. സ്നേഹത്തെ ശ്വസിക്കാൻ നിങ്ങൾ പഠിക്കുന്നു. ഉടമസ്ഥാവകാശമില്ലാതെ സ്നേഹിക്കാൻ നിങ്ങൾ പഠിക്കുന്നു. ഹൃദയം നിയന്ത്രിക്കുന്നത് നിർത്തി വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ അത് വികസിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. അവരെ വളർത്തുകയല്ല, നിങ്ങൾ രണ്ടുപേരും പരസ്പരം നിങ്ങളുടെ മികച്ച പതിപ്പുകളിലേക്ക് വളരുകയാണ്. നിങ്ങൾ അവരെ പക്വത പഠിപ്പിക്കുന്നു, അവർ നിങ്ങളെ ലാളിത്യം പഠിപ്പിക്കുന്നു. നിങ്ങൾ അവരെ ആഴം പഠിപ്പിക്കുന്നു, അവർ നിങ്ങളെ ജോലി പഠിപ്പിക്കുന്നു. അവർ സാവധാനം മനോഹരമായി തിരുത്തിയെഴുതുന്നു. സ്നേഹത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ധാരണ ദൈവം തിരുത്തിയെഴുതുന്നു. സ്നേഹം വേദനിപ്പിക്കണമെന്ന് നിങ്ങളുടെ ഭൂതം നിങ്ങളെ പഠിപ്പിച്ചിരിക്കാം. സ്നേഹം ഒറ്റയ്ക്ക് കരയുന്ന കഥകളിലാണ് നിങ്ങൾ ജീവിച്ചിരിക്കുക. സ്നേഹം ത്യാഗത്തോടൊപ്പമോ നിശബ്ദതയോ വേദനയോടൊപ്പമോ വരുമെന്ന് നിങ്ങൾ വിശ്വസിച്ചിരിക്കാം. എന്നാൽ ഇത്തവണ ദൈവം പറയുന്നു, സ്നേഹം സൗമ്യമായിരിക്കട്ടെ, സ്നേഹം ദയഗണീയതായിരിക്കട്ടെ, സ്നേഹം അനായാസമായിരിക്കട്ടെ, സ്നേഹം നിങ്ങളെ സുഖപ്പെടുത്തട്ടെ. ബലപ്രയോഗമില്ല, ഭയമില്ല, ചങ്ങലകളില്ല. പ്രായം പ്രസക്തമല്ലാത്ത ഒരു സ്ഥലത്ത് ആത്മാവ് കണ്ടുമുട്ടുന്നു. 6. കാരണം ദൈവം നിങ്ങൾക്ക് സ്നേഹമെന്താണ് അർത്ഥമാക്കുന്നത് എന്ന് മാറ്റിയെഴുതാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് മുമ്പ് സ്നേഹം അറിയാമായിരുന്നിരിക്കാം, പക്ഷേ ഈ സ്നേഹം വ്യത്യസ്തമായി തോന്നുന്നു. ഇത് നിങ്ങളെ തളർത്തുന്നില്ല, ഇത് നിങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുന്നില്ല, ഇത് നിങ്ങളുടെ മൂല്യത്തെ ചോദ്യം ചെയ്യുന്നില്ല, ഇത് നിങ്ങളെ മൃദുലായി നിലനിർത്തുന്നു. ഒരിക്കൽ കുഴപ്പങ്ങൾ ജീവിച്ചിരുന്നിടത്ത് അത് സമാധാനം കൊണ്ടുവരുന്നു. നിങ്ങൾ നഷ്ടപ്പെട്ടതായി നിങ്ങൾ അറിഞ്ഞില്ലാത്ത ഒരു വീട്ടിലേക്ക് മടങ്ങുന്നതുപോലെ തോന്നുന്നു. സ്നേഹം ഒരുമിച്ച് കളിയായും സമാധാനപരവുമായിരിക്കാമെന്ന് ഈ ഇളയ ആത്മാവ് നിങ്ങളെ പഠിപ്പിക്കുന്നു. അർദ്ധരാത്രി സംഭാഷണങ്ങളിൽ ചിരിക്കുന്നു, തിരക്കില്ലാതെ കൈകൾ സ്പർശിക്കുന്നു, ഭയമില്ലാതെ സംസാരിക്കുന്ന ഹൃദയങ്ങൾ. അവ പഴയ ജനലിലൂടെ ഒരു കാറ്റുപോലെയാണ്, പരിചിത മുറികളിലേക്ക് പ്രവേശിക്കുന്ന പുതിയ വായു. സ്നേഹം വീണ്ടും ലാഷയമായി ഫീൽ ചെയ്യാൻ തുടങ്ങുന്നു. വീണ്ടും യുവത്വം, വീണ്ടും പവിത്രം, നാടകീയമല്ല, വേദനിക്കുന്നതല്ല, സോപാധികമല്ല, യാഥാർത്ഥ്യം, ചൂട്, സ്വതന്ത്രം. നിങ്ങൾ ചിന്തിക്കുന്നു, ഒരുപക്ഷേ സ്നേഹം ഒരിക്കലും നഷ്ടപ്പെട്ടിരിക്കേണ്ട. ഒരുപക്ഷേ അത് ദിവ്യസമയത്തിനും തുറന്ന ഹൃദയങ്ങൾക്കുമിടയിലുള്ള ശരിയായ വിന്യാസത്തിനായി കാത്തിരിക്കുകയായിരിക്കാം. നിങ്ങളുടെ ഭൂതം മങ്ങിയത് പുനഃസ്ഥാപിക്കാൻ അവർ ദൈവമയക്കുന്നു. മൃദുലത്തിലുള്ള നിങ്ങളുടെ വിശ്വാസം, ബന്ധത്തിനായുള്ള നിങ്ങളുടെ ആഗ്രഹം, കുറ്റം കുട്ടില്ലാതെ ജോലി അനുഭവിക്കാനുള്ള നിങ്ങളുടെ കഴിവ്. നിങ്ങളിത് കേൾക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ സന്ദേശം നിങ്ങൾക്കുള്ളതായിരിക്കാം. ഒരുപക്ഷേ ദൈവം നിങ്ങളെ സങ്കൽപ്പിച്ചതുപോലെ അല്ലാത്ത ഒരു സ്നേഹത്തിനായി നിങ്ങളുടെ ഹൃദയത്തെ ഒരുക്കുന്നുണ്ടായിരിക്കാം. ഒരുപക്ഷേ അവൻ ഇളയ ഒരാളെ അയക്കുന്നത് നിങ്ങളുടെ പ്രായത്തെ ഓർമ്മിപ്പിക്കാനല്ല, മറിച്ച് നിങ്ങളുടെ ജീവനെ ഓർമ്മിപ്പിക്കാനാണ്. നിങ്ങളുടെ ഭൂതത്തെ മാറ്റിസ്ഥാപിക്കാനല്ല, മറിച്ച് നിങ്ങളുടെ ഭാവി മാറ്റിയെഴുതാനാണ്. നിങ്ങളെ കാണുകയും വിലയിരുത്തുകയും സ്നേഹിക്കുകയും തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന ഒരു ഭാവി. ഒരുപക്ഷേ ഇത്തവണ സ്നേഹം നിങ്ങളെ തകർക്കില്ല, അത് നിങ്ങളെ പുനർനിർമ്മിക്കും. ഒരുപക്ഷേ ഇത്തവണ സ്നേഹം നിങ്ങളെ തളർത്തില്ല, അത് നിങ്ങളെ സുഖപ്പെടുത്തും. ഒരുപക്ഷേ ഇത്തവണ ദൈവം നിങ്ങളെല്ലായ്പ്പോഴും മറ്റുള്ളവർക്ക് നൽകിയത് നിങ്ങൾക്ക് നൽകുന്നു: പരിശുദ്ധി, കരുതൽ, ഭക്തി. അപ്പോൾ എന്നോട് പറയൂ, ഇത് നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചോ? നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും മാറ്റം അനുഭവപ്പെട്ടോ? ഉണ്ടെങ്കിൽ എഴുതുക. അഭിപ്രായങ്ങളിൽ വിശ്വാസത്തോടെയാണ് ഞാനിത് സ്വീകരിക്കുന്നത്. നിങ്ങളുടെ ആത്മാവ് സംസാരിക്കട്ടെ, വിധി ആരംഭിക്കട്ടെ.